കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടു. പല നേതാക്കളുടെയും ഒക്കെ പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇന്നിപ്പോൾ എടുത്തു പറയേണ്ടത് വീക്ഷണം പത്രത്തിന്റെ മുഖപ്രസംഗത്തെക്കുറിച്ച് തന്നെയാണ്. രാഹുലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം തന്നെയാണ്, അല്ലെങ്കിൽ അത് തന്നെയാണ് ഉള്ളടക്കം എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു നമുക്ക് എല്ലാവർക്കും തന്നെ. ഈ വിഷയത്തെ എങ്ങനെയാണ് പാർട്ടി കാണുന്നത്? എന്തെങ്കിലും തരത്തിലുള്ള അതൃപ്തിയോ മറ്റോ നേതൃത്വം വ്യക്തമാക്കുന്നുണ്ടോ? ദിവ്യ, അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് പിന്നാലെ ഏത് സമയത്തും രാഹുലിന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം ഭയക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഒരു പ്രതിരോധത്തിന്റെ രീതിയിലേക്ക് മാറുന്നു കഴിഞ്ഞ 2 ദിവസമായി കോൺഗ്രസ് നേതാക്കൾ എന്ന് നമ്മൾ കണ്ടതാണ്. നോക്കൂ, ഏതെങ്കിലും ഘട്ടത്തിൽ രാഹുലിന് അനുകൂലമായി ഏതെങ്കിലും തരത്തിലുള്ള പരാമർശം നടത്താൻ ഒരു നേതാവും തയ്യാറായിട്ടില്ല. ഒടുവിൽ രാഹുലിനെ അനുകൂലിച്ച് രംഗത്തെത്തിയ കെ സുധാകരൻ അടക്കമുള്ള ആളുകൾ പോലും അവരുടെ നിലപാട് മാറ്റി ഒരു പ്രതിരോധത്തിന്റെ പാതയിലേക്ക് രീതിയിലേക്ക് മാറുന്ന ഘട്ടത്തിലാണ് ഇറങ്ങിയ വീക്ഷണം അവരുടെ മുഖപ്രസംഗം രാഹുലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്തുണച്ചുകൊണ്ടുള്ള മുഖപ്രസംഗം എഴുതുന്നത്. ഇന്നലെ മുതൽ കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന ചില പരാമർശങ്ങൾ, ചില കാര്യങ്ങൾ, ചില നിലപാടുകളൊക്കെയാണ് അതിലും പരാമർശിച്ചിരുന്നത്. അതിൽ പ്രധാനമായി ഉണ്ടായത് ഈ ഓരോ ഘട്ടത്തിലും സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നേതാവിനെതിരെ സ്ത്രീ പീഡന ആരോപണം കൊണ്ടുവരിക CPMന്റെ ഒരു രീതിയാണ്. ആ കണ്ണിയിലെ ഏറ്റവും ഒടുവിലെ ഇരയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് ആ വീക്ഷണം പ്രധാനമായും പറയുന്നത്. അതായത് CPMന്റെ കെണിയാണ്, CPM നടത്തുന്ന ഒരു നെറികെട്ട രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു രീതിയാണ് ഇതിൽ പ്രയോഗിച്ചിരിക്കുന്നത്. അതിന്റെ ഇരയായി മാറുകയാണ് രാഹുൽ ചെയ്തത്. അതിനപ്പുറത്തേക്ക് ഈ കേസിന്റെ വലിയ ക്രെഡിബിലിറ്റി ഒന്നുമില്ല എന്നാണ് പ്രധാനമായും ആ വീക്ഷണം പറയുന്നത്. പക്ഷേ ആ വീക്ഷണത്തിന്റെ ലേഖനത്തെ പൂർണ്ണമായും നേതാക്കൾ ഇന്ന് തള്ളിയിട്ടുണ്ട്. രാവിലെ കെ മുരളീധരനായാലും KPC പ്രസിഡന്റ് ആയാലും പ്രതിപക്ഷ നേതാവായാലും ഒക്കെ സംസാരിച്ച ഇന്ന് മാധ്യമങ്ങളെ കണ്ട എല്ലാവരും വീക്ഷണത്തിന്റെ നിലപാട് കോൺഗ്രസിന്റെ നിലപാടല്ല എന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത് കോൺഗ്രസ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. പരാതി വന്ന ഉടൻ തന്നെ രാഹുലിനെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അങ്ങനെ നിലവിൽ എടുക്കാൻ കഴിയുന്ന എല്ലാ തരത്തിലുള്ള നടപടികളും പാർട്ടി എന്ന നിലയ്ക്ക് എടുത്തിട്ടുണ്ട്. ഇനി കേസാണ്. കേസിന് നിയമപരമായി രാഹുൽ നേരിടട്ടെ എന്നതാണ് പാർട്ടിയുടെ നിലപാട് എന്നാണ് നേതാക്കൾ പറയുന്നത്. എന്തായാലും ആ വീക്ഷണ ലേഖനം വലിയ ദോഷം ചെയ്തു എന്നാണ് നിലവിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു നിലപാട്. ഇപ്പോൾ വീക്ഷണത്തിന്റെ ചുമതലയുള്ളത് KPCC വൈസ് പ്രസിഡന്റ് ജെയ്സൺ ജോസഫിനാണ്. അദ്ദേഹത്തോട് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് VD സതീശനും അതൃപ്തി അറിയിച്ചിട്ടുണ്ട് എന്ന വാർത്തയുണ്ട്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു അതിന്റെ എതിർപ്പ്, അല്ലെങ്കിൽ അതിലൊരു കാരണം കാണിക്കൽ ഒന്നും വീക്ഷണത്തിന് ഇതുവരെ KPCCയുടെ നേതാക്കൾ ആരും നൽകിയിട്ടില്ല. അതിനപ്പുറത്തേക്ക് അതിന്റെ വ്യക്തിപരമായി അവരെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി കിട്ടുന്നുണ്ട്. നിലവിൽ എന്തായാലും ഒരു പ്രതിരോധത്തിന്റെ മതിൽ പണിയുകയാണ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത്. അതിൽ 2 കാര്യങ്ങളാണ് അവർ ഉയർത്തി കാണിക്കുന്നത്. അതിലൊന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. അതിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലിപ്പോൾ കടകംപള്ളി അടക്കമുള്ള ആളുകൾ സംശയത്തിന്റെ നിഴലിലാണ്. മുതിർന്ന നേതാവ് പത്മകുമാർ അടക്കമുള്ളവർ ജയിലിലാണ്. ഭഗവാന്റെ സ്വർണം കെട്ടവർ ചെയ്യുന്ന CPM നേതാക്കൾ ജയിലിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ മറയ്ക്കാൻ, ആ ചർച്ചകളിൽ നിന്ന് വഴിതിരിച്ചു വിടാനാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ വിഷയം നേരത്തെ പറഞ്ഞ് പഴകിയ വിഷയമാണ്. അത് വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് സജീവ ചർച്ചയാക്കാനുള്ള ശ്രമം CPM നടത്തുന്നത് എന്നതാണ് ഒരു കാര്യം കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. മറ്റൊന്ന് CPM ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ LDFന്റെ നേതാക്കൾ എല്ലാവരും ഉന്നയിക്കുന്നത് രാഹുലിന്റെ രാജി, MLA സ്ഥാനത്ത് നിന്നുള്ള രാജി എന്നൊരാവശ്യമാണ്. പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ മുകേഷിന്റെയും മന്ത്രി ഗണേഷ് കുമാറിന്റെയും ഒക്കെ അവരുടെ പേരിലുള്ള കേസുകൾ, മുൻകാല ചരിത്രം, അതുമായി ബന്ധപ്പെട്ട് പാർട്ടി എടുത്ത നടപടികൾ, നിലപാടുകൾ, അതൊക്കെ CPM എടുത്ത നിലപാടുകൾ അതൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് എന്തിന് അവരൊക്കെ വെക്കാത്തിടത്തോളം കാലം എന്തിന് രാഹുൽ രാജിവെക്കണം എന്നൊരു ചോദ്യമാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഉയർത്തുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും നേതാക്കളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന ചില വിവരങ്ങളുണ്ട്, സൂചനകളുണ്ട്. അതായത് അറസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ
കുറെ കൂടി കടുത്ത നടപടി രാഹുലിനെതിരെ എടുക്കേണ്ടി വരുമെന്നാണ് പൊതുവായ ഒരു നേതാക്കൾക്കിടയിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള ഒരു തീരുമാനം. അത് എന്തായാലും ബുധനാഴ്ച മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ജില്ലാ കോടതിയിൽ നിന്ന് ജാമ്യ ഹർജി തള്ളിയാൽ തൊട്ട് പിന്നാലെ തന്നെ അത് ഹൈക്കോടതിയിലേക്ക് ജാമ്യ ഹർജി പോകും. ഹൈക്കോടതിയും തള്ളുകയോ അല്ലെങ്കിൽ അതിനിടയിൽ രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ ചെയ്യുകയാണെങ്കിൽ രാഹുലിനോട് ചില ഒരുപക്ഷെ MLA സ്ഥാനം രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയേണ്ടതില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അതിന്റെ പാർട്ടിൽ നിൽക്കുകയാണ്. അതിന്റെ എല്ലാ തരത്തിലുള്ള പ്രചാരണ അതിന്റെ ഒരു പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് രാഹുലിന്റെ രാജിയോടുകൂടി തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലും ഒരുപക്ഷെ മാധ്യമങ്ങളിൽ നിന്ന് മാറുന്നു. അതിനപ്പുറത്തേക്ക് പൊതു ഇടത്തിലെ ചർച്ച, പ്രധാന ചർച്ചയായി മാറുന്നത് രാഹുലും ഈ വിഷയങ്ങളുമാണ്. അതൊരു പക്ഷേ കോൺഗ്രസിന് UDFന് തിരിച്ചടിയായി കൂടായികയില്ല എന്നൊരു വിലയിരുത്തൽ കോൺഗ്രസിനുണ്ട്. ഇപ്പോൾ സ്വന്തം ഭാഗം കൃത്യമായി ന്യായീകരിക്കുമ്പോഴും അങ്ങനെയൊക്കെ ആകുമ്പോഴും കൃത്യമായ ചില ആശങ്കകൾ സ്വാഭാവികമായും നേതാക്കൾക്കുണ്ട്. ആ നേതാക്കൾക്ക് അത്തരം ആശങ്ക അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ അറസ്റ്റിലേക്ക് പോകാനാണ് സാധ്യത എന്നാണ് നമുക്കിപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരം. അങ്ങനെ അറസ്റ്റിലേക്ക് പോകുന്ന ഒരു സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ, അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ രാഹുലിനെതിരെ കടുത്ത നടപടി ഉണ്ടാകും. അത് അപ്പോൾ വരട്ടെ. എന്തായാലും മുൻകൂർ ജാമ്യ ഹർജിയുടെ കാര്യത്തിൽ തീരുമാനമാവട്ടെ. അതുവരെ കാത്തിരിക്കാമെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതാക്കളുമുള്ളത്.